गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय नित्यमव्याहदात्मनाम्। ओम श्रीनारायण പരമഗുരവേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. സ്വാമി തൃപാദങ്ങൾ രചിച്ച ശ്രീനാരായണ ധർമ്മം കൃതിയാണ് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിലെ 8ാമത്തെ അധ്യായമായ പഞ്ചമഹായജ്ഞം. പഞ്ചമഹായജ്ഞത്തിലെ 5 യജ്ഞങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. 5 യജ്ഞങ്ങൾ എന്ന് പറയുന്ന യഥാക്രമം ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, അതിഥിയജ്ഞം അഥവാ മനുഷ്യയജ്ഞം എന്നുള്ളതാണ്. ഈ 5 യജ്ഞങ്ങളെ നിത്യവും മുടക്കമില്ലാതെ അനുഷ്ഠിക്കുക എന്നുള്ളത് ഓരോ ഗൃഹസ്ഥാശ്രമിയുടെയും അനിവാര്യമായ കർത്തവ്യമാണെന്നും ഗുരുദേവൻ ആമുഖമായി ഈ അധ്യായത്തിൽ സൂചിപ്പിച്ചു. സ്വാമി തൃപാദങ്ങൾ തീർത്ഥാടന ലക്ഷ്യങ്ങളായിട്ട് 8 മഹനീയ നിർദ്ദേശങ്ങൾ നൽകിയതായി നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ തീർത്ഥാടന ലക്ഷ്യങ്ങളിൽ വരുന്ന ഒരു ലക്ഷ്യമാണ് സംഘടന എന്നുള്ളത്. അപ്പൊ സംഘടന എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഇതിനു മുമ്പ് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സമ്യക് ഗണതി അസ്യാം ഇത് സംഘടന, അതാണ് ഇതിന്റെ നിർവചനം. സമ്യക് ഗണതി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചേർത്ത് കോർത്ത് നിർത്തിയത് ഏതിലാണോ, യാതൊന്നിലാണോ അതിനെയാണ് നമ്മൾ സംഘടന എന്ന് പറയുന്നത്. ലോകത്ത് ഏതൊരു സംഘടന എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ സംഘടന കെട്ടുറപ്പുള്ളതായി നിലനിൽക്കുന്നത് ആ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റുകൾ ശക്തിയുള്ളത് കൊണ്ടാണ്. സംഘടന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനുഷ്യന്മാർ കുറെ ചേർന്ന് ഓരോരോ സംഘടന ഉണ്ടാക്കി ആ സംഘടന മാത്രമേ നമ്മുടെ ബുദ്ധിയിൽ വരും. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു തരത്തിൽ സംഘടനയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യ ശരീരം ഒരു സംഘടനയാണ്. ഒരുപാട് അവയവങ്ങൾ ചേർന്ന് സമ്യക് ഘടതി അത് നല്ലവണ്ണം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഈ സംഘടന കരുത്തായിട്ട് നിൽക്കുന്നത് അതിൽ ഓരോരോ യൂണിറ്റുകളും നല്ല കരുത്താണ്. അതുകൊണ്ട് സംഘടന കരുത്താണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാന ഘടകമായ ബ്രാഞ്ച് കമ്മിറ്റികളോ അല്ലെങ്കിൽ ബൂത്ത് കമ്മിറ്റികളോ ഏതെങ്കിലും കമ്മിറ്റികളോ ആ കമ്മിറ്റികളെല്ലാം തന്നെ അടിസ്ഥാന യൂണിറ്റുകൾ വളരെ ശക്തമാണെങ്കിൽ ആ പ്രസ്ഥാനം പൊതുവെ നല്ല ശക്തമായിരിക്കും. ഇപ്പൊ കുടുംബ യൂണിറ്റുകളൊക്കെ നല്ല ശക്തമാണെങ്കിൽ ശാഖായോഗം നല്ല ശക്തമായിരിക്കും. ശാഖായോഗങ്ങൾ നല്ല ശക്തമാണെങ്കിലോ ആ യൂണിയൻ നല്ല ശക്തമായിരിക്കും. എല്ലാ യൂണിയനും നല്ല ശക്തമാണെങ്കിൽ യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം അതിശക്തമായിട്ട് വർത്തിക്കും. അതുപോലെ തന്നെ ആ സംഘടനയുടെ അടിസ്ഥാന യൂണിറ്റിനൊരു ദുർബലത വരികയാണെങ്കിൽ ക്രമേണ സംഘടന ദുർബലമായി തീരും. ഇവിടെ സംഘടന എന്ന് നമുക്ക് വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ തന്നെ ഒരു സംഘടനയായിട്ട് എടുക്കാം. മനുഷ്യ സമൂഹം മുഴുവനും ഒരു സംഘടനയാണെങ്കിൽ ആ സംഘടനയെ ശക്തിപ്പെടുത്തുന്ന അടിസ്ഥാന ഘടകം ഏതാണ്? നമുക്ക് നിസ്സംശയം പറയാം ആ അടിസ്ഥാന ഘടകം എന്നുള്ളത് കുടുംബമാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലൂടെയാണ് മനുഷ്യൻ സാമൂഹികമായിട്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കി മനുഷ്യന് 100,000 പ്രസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്, സമുദായങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന രീതിയിൽ സുസംഘടിതമായി തീരുന്നത് ഒരു ജീവിവർഗം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ സുസംഘടിതമായി തീരുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്?
ഓരോ കുടുംബവും ശക്തിപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ കുടുംബങ്ങൾക്ക് ദൗർബല്യം സംഭവിച്ചു കഴിഞ്ഞാൽ, കുടുംബങ്ങൾക്ക് വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഘട്ടം കഴിഞ്ഞാൽ മനുഷ്യ സമൂഹം എന്ന് പറയുന്ന വലിയ സംഘടനയും ചിഹ്ന ഭിന്നമായി തീരും. കേവലം മനുഷ്യ സമൂഹത്തിന്റെ മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ വർത്തിക്കുന്ന സമുദായങ്ങളും മതങ്ങളും, ഏതൊരു സമുദായത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ഏതൊരു മതത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ആ മതത്തെ വിശ്വസിക്കുകയും ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ പിന്തുടരുകയും ചെയ്യുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഈ കുടുംബ വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ആ കുടുംബത്തിന്റെ ഉള്ളില് യജ്ഞഭാവന കൊണ്ടുവരണം. നമ്മുടെ ഈ അധ്യായത്തിന്റെ പേര് തന്നെ പഞ്ചമഹായജ്ഞം എന്നാണ്. അപ്പൊ യജ്ഞം എന്താണെന്ന് നമ്മൾ ഇതിനകം ചർച്ച ചെയ്തു കഴിഞ്ഞു. യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴിവിനെ ഈ പ്രപഞ്ചത്തിലേക്ക് വീതിക്കുന്നു, മറ്റുള്ളവരിലേക്ക് വീതിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും നമ്മൾ കഴിവിനെ നമ്മളിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു പരസ്പരമുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ, ആ കൊടുക്കൽ വാങ്ങലിലൂടെ വ്യക്തിയുടെയും കുടുംബത്തിന്റെയും എല്ലാം മുന്നോട്ടുള്ള പോക്ക് വളരെ ഭംഗിയായിട്ട് പോകും. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത, ഈ മന്ത്രം മനസ്സിൽ ഉറപ്പിക്കണം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഹ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹങ്ങൾ തരുന്ന ദേവന്മാരെ നിങ്ങൾ പോഷിപ്പിക്കുകയും ആ ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരു പരസ്പരമുള്ള ഒരു സഹകരണത്തിലൂടെ ഏറ്റവും ഉയർന്ന ശ്രേയസ്സിനായിക്കൊണ്ട് ഏറ്റവും ഉയർന്ന ശ്രേയസ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇതാണ് മന്ത്രത്തിന് താല്പര്യം. ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് മനുഷ്യ സമാജത്തിന്റെ അഥവാ സമുദായങ്ങളുടെ മതത്തിന്റെ ഒക്കെ അടിസ്ഥാന ഘടകമാണ്, അടിസ്ഥാന യൂണിറ്റാണ്. ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങൾ എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരാണ്, ദമ്പതികളാണ്. കുടുംബത്തില് മറ്റൊരുപാട് അംഗങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ദമ്പതികളാണ്. ആ ദമ്പതികൾ തമ്മിലുള്ള പരസ്പര യജ്ഞഭാവന ശക്തമായി കഴിഞ്ഞാൽ ആ കുടുംബം ഏറ്റവും ശ്രേഷ്ഠമായി നിലനിൽക്കും. കേവല യജ്ഞഭാവന ഇല്ലാതെ മാനുഷികമായ രീതിയിൽ മാത്രം ഇടപെടുകയാണെങ്കിൽ ആ കുടുംബം ബാഹ്യമായിട്ട് കുറെ ആളുകൾ താമസിക്കുന്ന ഒരു വീട് മാത്രമായി തീരും. ഇപ്പൊ ചില മൃഗങ്ങളും കോളനികൾ ഉണ്ടാക്കുന്നുണ്ട്, ഉറുമ്പ് തുടങ്ങിയ ജീവികൾ. അവർ വലിയ രീതിയിൽ അവർക്കും ഒരു കുടുംബ വ്യവസ്ഥതയുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ആധിപത്യം നേടുന്ന രീതിയിലേക്ക് അവരുടെ മേധാശക്തിയോ പ്രജ്ഞാശക്തിയോ ഒരിക്കലും ഉയർന്നിട്ടില്ല. എന്തുകൊണ്ട്? അവർ യാന്ത്രികമായിട്ട് മാത്രം പോകുന്നു, യജ്ഞഭാവനയോടുകൂടിയല്ല പോകുന്നത്. പരസ്പരമാകുന്ന ഒരു പരസ്പരമുള്ള സഹകരണം ആകുന്ന യജ്ഞഭാവന നമുക്ക് കാണാൻ സാധിച്ചേക്കാം അവര്. പക്ഷെ അത് വളരെ വളരെ കുറച്ചാണ്. മാത്രമല്ല യാന്ത്രികമായിട്ട് ആരോ ട്യൂൺ ചെയ്തതുപോലെ അവർ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഒരു വീട്, ഒരു കൂടാരം, അതിൽ കുറെ ആളുകൾ താമസിക്കുന്നു, അതുകൊണ്ട് മാത്രം അതൊരു വീടാകില്ല, കുടുംബമാകില്ല. അങ്ങനെയാണെങ്കിൽ മൃഗങ്ങൾക്കും ഒരുപാട് വീടുണ്ട്. എത്രയോ മൃഗങ്ങള് വീടുണ്ടാക്കുന്നു, കൂടുണ്ടാക്കുന്നു, അതിൽ കഴിയുന്നു. നമ്മൾ അതിനൊരു കുടുംബമായിട്ട് നമ്മൾ കൽപ്പിക്കുന്നുണ്ട്. കുടുംബമാകണമെങ്കിൽ, വീടാകണമെങ്കിൽ കേവലം കെട്ടിടം മാത്രം പോരാ. ആ കെട്ടിടത്തിന്റെ ഉള്ളില് കുറെ ഫർണിച്ചർ മാത്രം ഉണ്ടായാൽ പോരാ. അന്യത്ര മറ്റു കുറെ ഉപകരണങ്ങൾ മാത്രം ഉണ്ടായാൽ പോരാ. മറിച്ച് അതിനുള്ളിൽ യജ്ഞഭാവം വേണം. യജ്ഞഭാവം വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ഗൃഹസ്ഥാശ്രമമായിട്ട് മാറും. ഗൃഹസ്ഥാശ്രമ സിസ്റ്റത്തിൽ വർത്തിക്കുന്ന ഭാര്യ, ഭർത്താവ്, മക്കളെ, അവരെയാണ് നമ്മൾ കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുടുംബത്തിലൂടെയാണ് ഒരു സമുദായം, മതം, മനുഷ്യ സമൂഹമാകുന്ന സംഘടനയാകെ കരുത്ത് നേടുന്നത്, നിലനിൽക്കുന്നത്. ആ കുടുംബത്തിൽ ഏറ്റവും അടിസ്ഥാന അംഗങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യ ഭർത്താക്കന്മാര് യജ്ഞഭാവത്തെ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഗുരുദേവൻ വരാൻ പോകുന്ന ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്ന ശ്ലോകം 191 പഞ്ചമഹായജ്ഞം 8ാമത്തെ അധ്യായത്തിലെ 191 ശ്ലോകം. അവിച്ഛിന്ന പ്രേമഭാജൗ വർത്തതേ യത്ര ദമ്പതി
സർവകല്യാണ സമ്പന്നം കുലം തദതി പാവനം. ഒന്നുകൂടെ ചൊല്ലാം. അവിച്ഛിന്ന പ്രേമഭാജൗ വർത്തതേ യത്ര ദമ്പതി സർവകല്യാണ സമ്പന്നം കുലം തദതി പാവനം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഗുരുവിന്റെ മഹത്വചനമായിട്ട് പല സ്ഥലങ്ങളിലും പറയാറുള്ള ഒരു വാക്യമാണ്. സ്വാമി തിരുപ്പാദങ്ങളുടെ ചില വചനങ്ങൾ അത് ലോകപ്രിയമാണ്, ലോകപ്രസിദ്ധവുമാണ്. ആ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു ആശയമാണ് ഈ ശ്ലോകത്തിലുള്ളത്. എന്താണ് ശ്ലോകത്തിന്റെ താല്പര്യം? അവിച്ഛിന്ന പ്രേമഭാജവും ദമ്പതി എത്ര വർത്തത. നശിക്കാത്ത പ്രേമത്തോടുകൂടി ഭാര്യാഭർത്തകന്മാർ പരസ്പരം എവിടെ താമസിക്കുന്നു, മീൻസ് ഏത് വീട്ടിൽ, ഏത് കുടുംബത്തിൽ താമസിക്കുന്നു, തത് അതിപാവനം സർവകല്യാണ സമ്പന്നം കുലം. ആ പരമപവിത്രമായ അതിപാവനമായിരിക്കുന്ന ആ കുടുംബം അത് സർവ ഐശ്വര്യപൂർണമായി തീരും. അഥവാ ആ കുടുംബം സർവ ഐശ്വര്യപൂർണവും അതിപാവനവുമായി ഭവിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. താല്പര്യം എന്നുള്ളത് പരസ്പരമുള്ള അവിഛിന്നമായ സ്നേഹത്തോടു കൂടി ദമ്പതികൾ, ഭാര്യാഭർത്താക്കന്മാര് ഏത് കുടുംബത്തിലാണോ വസിക്കുന്നത് ആ കുടുംബത്തിൽ എല്ലാവിധമായ ഐശ്വര്യവും വന്നു ചേരും, ആ കുടുംബം പവിത്രമായി തീരും എന്നതാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ഫലശ്രുതിയാണ്. എന്താണ് ഫലശ്രുതി? തത് അതിപാവനം സർവകല്യാണ സമ്പന്നം ഭവതി. ആ കുടുംബം വളരെ പരിശുദ്ധവും എല്ലാവിധമായ ഐശ്വര്യവും വന്നു ചേരുന്ന കുടുംബമായി ഭവിക്കുന്നു. ഇതാണ് ഫലശ്രുതി. അപ്പൊ ഇതിന്റെ ഹേതു എന്താണ്? ഇങ്ങനെ ഒരു കുടുംബമായി തീരണമെങ്കിൽ അതിനൊരു ഹേതു വേണം, കാരണം വേണം. അതിന്റെ കാരണമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അവിച്ഛിന്ന പ്രേമഭാജവും ദമ്പതി എത്ര വർത്തത. പരസ്പരം ഒരിക്കലും നശിക്കാത്ത സ്നേഹത്തോടു കൂടി ഭാര്യാഭർത്താക്കന്മാർ ഏത് കുടുംബത്തിലാണോ കഴിയുന്നത്. അപ്പൊ പരസ്പരം നശിക്കാത്ത സ്നേഹത്തോടു കൂടി കഴിയുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും വന്നു ചേരാനുള്ള പ്രധാന ഘടകമായിട്ട് ഗുരു പറഞ്ഞിരിക്കുന്നത്. പ്രേമം എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ആ വാക്ക് കേട്ടിട്ടുണ്ട്, നമുക്കിന് അർത്ഥം അറിയാം. വാസ്തവത്തിൽ പ്രേമം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം പ്രിയസ്യ ഭാവം എന്നാണ്. പ്രിയത്തിന്റെ ഭാവത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. എന്താണ് പ്രിയം? പ്രിയം എന്ന് പറയുമ്പോൾ ഒരു വസ്തു, ആ വസ്തുവിന്റെ ദർശനം കൊണ്ടോ, ആ വസ്തുവിന്റെ ദർശനം എന്ന് പറഞ്ഞാൽ അത് കാണുക, കേൾക്കുക, അതേപോലെ അറിയുക, 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ആ വസ്തുവിനെ അറിയുക. ഇതിനാകെ നമുക്ക് എന്ത് പറയാം? ദർശനം എന്ന് പറയാം. ഒരു വസ്തുവിന്റെ ദർശനം കൊണ്ടോ ആ വസ്തുവിന്റെ മനനം കൊണ്ടോ നമ്മുടെ ഉള്ളിൽ അനുകൂലവും സുഖകരവും ഹിതകരവും ഉദാത്തവുമായ ഒരു വൃത്തി ഉണ്ടാകുന്നു. ഈ വൃത്തിയെയാണ് പ്രിയവൃത്തി എന്ന് പറയുന്നത്. വൃത്തി എന്താണെന്നൊക്കെ നമ്മൾ വിസ്തരിച്ച് ദർശനമാലയിൽ പഠിച്ചിട്ടുണ്ട്. തോട്ട് ഫ്ലോയാണ് വൃത്തി എന്ന് പറയുന്നത്. നമ്മൾ ബാഹ്യമായ ഏതെങ്കിലും ഒന്നിനൊന്ന് അറിയുന്ന സമയത്ത്, കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തുന്ന അതിനെയാണ് ചിത്തവൃത്തികൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു വസ്തുവിന്റെ ദർശനം കൊണ്ട്, ആ വസ്തുവിന്റെ മനനം കൊണ്ട് നമ്മുടെ ഉള്ളിലൊരു വൃത്തി രേഖപ്പെടുത്തുകയാണ്. ആ വൃത്തി എപ്രകാരമുള്ളതായിരിക്കണം? ആ വൃത്തി സുഖകരമായിരിക്കണം, ഹിതകരമായിരിക്കണം, അനുകൂലമായിരിക്കണം, ഉദാത്തമായിരിക്കണം. ഈ വൃത്തി എന്ത് പറയുന്നു? പ്രിയവൃത്തി എന്ന് പറയുന്നു. ഈ വൃത്തിയുടെ ഭാവത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. ഒന്നുകൂടി ആശയത്തെ സ്പഷ്ടമാക്കാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ ഉള്ളിൽ ജനിച്ച ആ പ്രിയവൃത്തി, ആ പ്രിയവൃത്തി ആരാണോ നമ്മുടെ ഉള്ളിൽ ജനിപ്പിച്ചത്, അതൊരു വ്യക്തിയാകാം, ഒരു വസ്തുവാകാം, ഒരു സാഹചര്യമാകാം.
നമുക്ക് പ്രിയവൃത്തി നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും വ്യക്തി മാത്രമാകണമെന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യം നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തി ഉണ്ടാക്കാം. നമ്മൾ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് പോയി, ആ ഒരു സ്ഥലത്തിന്റെ പ്രകൃതി സൗന്ദര്യം, കാലാവസ്ഥ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഈ പ്രിയവൃത്തിയെ ഉണ്ടാക്കുന്നു. ഒരു ഭക്ഷണം കഴിച്ചു, ആ ഭക്ഷണം നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ഉണ്ടാക്കുന്നു. ഒരു സിനിമ കണ്ടു, ആ സിനിമയും പ്രിയവൃത്തി ഉണ്ടാക്കുന്നു. ഒരു വ്യക്തി, ആ വ്യക്തിയും നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പ്രിയ വൃത്തിയെ ഉണ്ടാക്കിയ ആ വസ്തു, ഇപ്പൊ തൽക്കാലം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ വസ്തുവിനെ ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ഉണ്ടാക്കിയ ആ വ്യക്തി, ആ വ്യക്തിയോട് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രതികരണം വരും, പ്രതിപ്രവർത്തനം വരും. ആ പ്രതിപ്രവർത്തനത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. ആരാണോ നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ചത്, ആ ജനിപ്പിച്ച ആളോട് നമുക്കുണ്ടാകുന്ന പ്രതികരണമാണ്, പ്രതിപ്രവർത്തനമാണ് പ്രേമം. അപ്പൊ പ്രിയവൃത്തി എങ്ങനെയാണ് ജനിക്കുന്നത്? നമ്മളെല്ലാവരും കണ്ടു, എല്ലാവരും സംസാരിച്ചു, നമുക്ക് പലരെ ഇഷ്ടമായി. ഇതിനൊന്നും പ്രേമം എന്ന് പറയാൻ സാധിക്കില്ല. ലോകത്ത് നമ്മൾ എന്തിനൊക്കെ കാണുന്നു, നമ്മളെ പലതും സ്വാധീനിക്കുന്നു, പലതും നമുക്ക് പലതിനോടും ഇഷ്ടമുണ്ട്. പക്ഷെ അതൊന്നും പ്രേമമല്ല. പ്രേമമാകണമെങ്കിൽ അത് പ്രിയവൃത്തിയിലൂടെ ജനിക്കുന്നതായിരിക്കണം. പ്രിയവൃത്തിയാണെങ്കിൽ അതിന് അനുകൂലവും ഹിതകരവും സുഖകരവും ഉദാത്തവുമായ ഒരു ഭാവം ഉണ്ടായിരിക്കണം. അനുകൂലത പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിത്വമുണ്ട്. എല്ലാവരും മനുഷ്യരാണെങ്കിൽ കൂടിയും നമുക്കെല്ലാവർക്കും ചില സംസ്കാര വിശേഷതകളുണ്ട്, വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തോട് ചേർന്നിരിക്കുന്ന വൃത്തിയായിരിക്കണം. അതിനെയാണ് അനുകൂലമായ വൃത്തി എന്ന് പറയുന്നത്. നല്ലൊരു ഭക്തിയും ഈശ്വര വിശ്വാസമുള്ള ചെറുപ്പക്കാരൻ നിത്യേന അമ്പലത്തിൽ പോകുന്ന വ്യക്തിയാണ്. ക്ഷേത്ര വിശ്വാസങ്ങളൊക്കെ വലിയ കാര്യമുണ്ട്. ചെറുപ്പക്കാരൻ, നമ്മുടെ ഇന്നത്തെ സാമാന്യ ലോകത്ത് കാണുന്ന ചെറുപ്പക്കാരിൽ നല്ല ഭക്തിയും വിശ്വാസമുള്ള ചെറുപ്പക്കാരെന്ന് കരുത്. ആ ചെറുപ്പക്കാരൻ വിവാഹപ്രായമായി. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിക്കാൻ കഴിവുള്ള പെൺകുട്ടി ആരായിരിക്കും? അല്പം ഭക്തിയും വിശ്വാസമുള്ള ഒരു പെൺകുട്ടി. കാരണം ആ ഭക്തിയും വിശ്വാസവും ഈ ചെറുപ്പക്കാരന്റെ വ്യക്തിത്വമാണ്. ആ ചെറുപ്പക്കാരൻ ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആ പെൺകുട്ടി മനോഹരമായിട്ട് ദേവീ സ്തുതികൾ ചൊല്ലുന്നു, പ്രാർത്ഥന ചൊല്ലുന്നു. അപ്പൊ ദർശന മാത്രയിൽ ആ പെൺകുട്ടിയോട് ആ ചെറുപ്പക്കാരൻ ഒരു പ്രേമം ജനിച്ചു. എന്തുകൊണ്ട്? ആ പെൺകുട്ടി ചെറുപ്പക്കാരന്റെ മനസ്സിൽ ജനിപ്പിച്ച പ്രിയവൃത്തി ആ ചെറുപ്പക്കാരന്റെ വ്യക്തിത്വമുണ്ട്, ആ വ്യക്തിത്വത്തോട് അനുകൂലമാണ്. നമുക്ക് പ്രേമം ജനിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? അനുകൂലമായ, നമ്മുടെ വ്യക്തിത്വത്തോട് അനുകൂലമായ വൃത്തി ഉണ്ടായിരിക്കും. അത് മാത്രം പോരാ, ആ വൃത്തി നമ്മുടെ ഉള്ളിൽ ഹിതകരമായിരിക്കണം, നമുക്ക് ഹിതകരമായിരിക്കണം. ഹിതകരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രതികൂലമായി തോന്നാമെങ്കിലും ഭാവിയിൽ അനുകൂലമായി വരാവുന്ന ഒന്നിനെയാണ് ഹിതകരം എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഹിതകരത്തിന്റെ ഉദാഹരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നല്ല പനി വന്നു കഴിഞ്ഞാൽ കഷായം കുടിക്കണം. കഷായം നമുക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം നല്ല കൈപ്രസമായിരിക്കും. ഇപ്പോൾ അത് ബുദ്ധിമുട്ടാണെങ്കിലും ഭാവിയിൽ നമുക്കത് ഗുണകരമാണ്, കാരണം എന്താ? നമ്മുടെ അസുഖത്വമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഭാവത്തെയാണ് ഹിതഭാവം, അങ്ങനെയുള്ള വൃത്തിയെയാണ് ഹിതകരം എന്ന് പറയുന്നത്. പ്രിയവൃത്തി എന്താണ്? ഹിതകരവുമാണ് സുഖകരവുമാണ്. ഇപ്പോൾ ഇച്ചിരി പ്രശ്നം, ഭാവിയിൽ സുഖമൊന്നുമില്ല, മറിച്ച് ഇപ്പോഴും സുഖത്തെ തരുന്നു, അത് ഭാവിയിലും സുഖത്തെ തരുന്നു. അപ്പൊ സുഖകരമാണ്, ഹിതകരമാണ്. അടുത്തത് ഉദാത്തമാണ്. ഉദാത്തം എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാപകതയുണ്ട്. കേവലം എന്തെങ്കിലും ഒരു നൈമിഷികമായ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ജനിക്കുന്ന വൃത്തിയല്ല അത്. മറിച്ച് നമ്മളെ ഒരു വ്യാപകതയിലേക്ക് നയിക്കുന്ന, ഒരു വിശാലതയിലേക്ക് നയിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ സങ്കുചിതമായ നിലയിൽ നിന്നും കേവലം സ്വാർത്ഥപരമായ നിലയിൽ നിന്നും ഒരു വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നയിക്കുന്ന ഒരു ഭാവം കൂടി പ്രിയവൃത്തിക്കുണ്ട്. ഈ 4 കാര്യം മുഖ്യമായിട്ട് മനസ്സിലാക്കാം. ഒരു വസ്തുവിന്റെ ദർശനം മാത്രം കൊണ്ടോ ആ വസ്തുവിന്റെ മനനം കൊണ്ടും നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന പ്രിയവൃത്തി. എങ്ങനെയുള്ള പ്രിയവൃത്തി? നമ്മുടെ വ്യക്തിത്വത്തിന് അനുകൂലമായ പ്രിയവൃത്തി, ഇപ്പോഴും ഭാവിയിലും സുഖത്തെ മാത്രം നൽകുന്ന പ്രിയവൃത്തി,
ഹിതകരമായ പ്രിയവൃത്തി, ഉദാത്തമായ പ്രിയവൃത്തി. ഇങ്ങനെ ഒരു വൃത്തി ജനിക്കുകയാണെങ്കിൽ ആ വൃത്തി ആര് നിമിത്തമായിട്ട് ജനിച്ചു, ആ നിമിത്തമായിരിക്കുന്ന ആളോട് നാം പ്രതിപ്രവർത്തനം നടത്തുന്നു. ആ പ്രതിപ്രവർത്തനത്തെയാണ് വാസ്തവത്തിൽ പ്രേമം എന്ന് പറയുന്നത്. നമുക്ക് പ്രേമത്തിന് അത്ര വലിയ ഒരു മാനം വന്നു. അല്ലാതെ ചുമ്മാ നമ്മൾ ഒരാളെ കാണുന്നു, നമ്മുടെ ഉള്ളിൽ നൈസർഗികമായ പ്രകൃതിപരമായ ചില ചിന്തകൾ ഉത്പന്നമാകുന്നു. ആ ചിന്തകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ആ വ്യക്തിയെ സ്വന്തമാക്കണമെന്ന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ കൂടെ നിർത്താൻ വേണ്ടി നമ്മൾ ചില ചേഷ്ടകളെ കാണിച്ച് ആ വ്യക്തിയെ ആകർഷിക്കുന്നു. ഈ ചേഷ്ടകൾ ഒരിക്കലും പ്രേമെന്ന് പറയില്ല. ഈ ചേഷ്ടകൾ എല്ലാ മൃഗങ്ങളും കാണിക്കുന്നുണ്ട്. ഇണയെ ആകർഷിക്കാൻ വേണ്ടി എല്ലാ മൃഗങ്ങളും നൈസർഗികമായിട്ട് പല ചേഷ്ടകളെയും കാണിക്കുന്നുണ്ട്. മറിച്ച് പ്രിയവൃത്തി, ഈ 4 കാര്യങ്ങൾ ഉൾപ്പെടുന്ന പ്രിയവൃത്തി നമ്മുടെ മനസ്സിൽ അന്തഃകരണത്തിൽ ജാഗ്രതമാക്കാൻ ആർക്ക് കഴിവുണ്ടോ, ആര് ചെയ്യുന്നുവോ ആ വ്യക്തിയോട് നാം കാണിക്കുന്ന പ്രവർത്തനമാണ് എന്ത്? പ്രേമം. ഈ പ്രേമമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു. അതെന്താ? അത് വളരെ സ്വാഭാവികമല്ലേ? അത് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പരസ്പരം ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നു. അങ്ങനെ തന്നെയാണല്ലോ എല്ലാ കുടുംബങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിൽ എന്തെങ്കിലും വിശേഷമായ വല്ല പുതുമയും ഉണ്ടോ? ഇത് സ്വാഭാവികമായിട്ടും ലോകത്ത് സാധിക്കുന്ന കാര്യമല്ലേ? ലോകത്ത് നിലവിൽ നടക്കുന്ന കാര്യമാണല്ലോ. പരസ്പരം ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നത്. സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവർ ഒരുമിച്ചിരിക്കുന്നത്. പക്ഷേ ഗുരുദേവൻ ഇവിടെ ഒരു പ്രേമത്തിന് ഒരു വിശേഷണം കൊടുത്തു. ആ വിശേഷണത്തോടുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ്. കഠിനമാണ്. എന്താണ് ആ വിശേഷണം? അവിഛിന്നം എന്നാണ്. അവിഛിന്ന പ്രേമഭാജവും എന്ന് പറയുന്നു. അവിഛിന്ന പ്രേമഭാജവും. ഒരിക്കലും നശിക്കാത്ത സ്നേഹത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിക്കുക. അത് സാധിക്കുമോ? ഒരിക്കലും നശിക്കാത്ത, അതായത് എന്നാണ് ഇവർ കണ്ടുമുട്ടിയത്, ആ കണ്ടുമുട്ടിയ കാലം തൊട്ട് മരണപര്യന്തം നശിക്കാത്ത സ്നേഹത്തോടു കൂടി വർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമാണ്. എന്തുകൊണ്ട് കഠിനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു, നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ച ആ വസ്തു മീൻസ് ആ വ്യക്തി നമുക്ക് എന്ത് പറയാം? ഭാജനം എന്ന് പറയാം. ഇവിടെ ഗുരുദേവൻ ആ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്, പ്രേമ ഭാജവും. ഭാജനം മീൻസ് നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിക്കാൻ നിമിത്തമായി തീർന്നിരിക്കുന്നത് എന്തോ അതിനെയാണ് ഭാജനം എന്ന് പറയുന്നത്. പാത്രം, ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി എന്തോ അതിനോട് നാം നമുക്ക് പ്രേമം നമുക്ക് ഉണ്ടാവും. പക്ഷെ ഏത് കാലം വരെ പ്രേമം ഉണ്ടാവുന്നു? ആ വസ്തു ഏത് കാലം വരെയാണോ നിലനിൽക്കുന്നത് ആ കാലം വരെ. ആ വസ്തു ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നാം ആരെ പ്രേമിക്കും? അതോടുകൂടി ആ പ്രേമത്തിന്റെ നാശവും സംഭവിച്ചു. നമ്മുടെ ഉള്ളിൽ പ്രിയത്തെ ജനിപ്പിച്ച ഒന്നിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു എത്ര കാലം നിലനിൽക്കുന്നു അത്ര കാലം മാത്രമേ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കൂ. ലോകത്തിൽ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ അനേകായിരം കാര്യങ്ങൾ, ഒരുപാട് ഭാജനങ്ങൾ പ്രിയവൃത്തിയെ ജനിപ്പിച്ചിട്ടുണ്ട്. ആ പ്രിയവൃത്തിയെ ജനിപ്പിച്ച ഭാജനങ്ങളോട് നമുക്ക് പ്രേമം തോന്നിയിട്ടുണ്ട്. പ്രേമം തോന്നുന്നു, ഉറപ്പാണത്. കാരണം അങ്ങനെയാണ് ആ വൃത്തിയുടെ ഘടനയുള്ളത്. അപ്പൊ ആ ഭാജനം, ആ വസ്തു, ആ വ്യക്തി എത്ര കാലം നിലനിൽക്കും അത്ര കാലം മാത്രമേ നമുക്ക് സ്നേഹം തോന്നൂ, അല്ലെങ്കിൽ ആ പ്രേമഭാവം ഉണ്ടാവും. ആ വ്യക്തി നശിച്ചു കഴിഞ്ഞാൽ അത് വളരെ സമാപ്തമാണ്. നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുരണനങ്ങൾ കുറച്ചു ദിവസം കൂടി ഉണ്ടാകുന്നു മാത്രമേ ഉള്ളൂ, പിന്നീട് അത് സമാപ്തമാകും. അപ്പൊ ഇങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നശിക്കാത്ത പ്രേമം നമുക്ക് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഒരു ഭർത്താവിന് ഭാര്യയോടും തോന്നുക? നശിക്കാത്ത പ്രേമം. ഇവിടെയാണ് ചിന്തിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ആ പ്രിയവൃത്തിയെ ജനിപ്പിക്കാൻ ഈ വ്യക്തിയുടെ ഏതോ ഒരു ഘടകമാണ് നിമിത്തമായി തീർന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുന്നു, ഒന്നുകിൽ ആ വ്യക്തിയുടെ ബാഹ്യമായൊരു സൗന്ദര്യം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഏതെങ്കിലും ഒരു വിശേഷത, ഏതെങ്കിലും ഒന്നാണ് നമ്മുടെ ഉള്ളിൽ ആ വൃത്തിയെ ജനിപ്പിച്ചത്. നമ്മുടെ ഉള്ളിൽ ആ വൃത്തി ജനിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ വ്യക്തിയുടെ പ്രേമം തോന്നില്ല. അങ്ങനെയാണ് നമുക്ക് കാണുന്ന എല്ലാവരോടും പ്രേമം തോന്നട്ടെ. 100 കണക്കിന് ആളുകളെ കാണുന്നു, അതിൽ ഒരാളോട് മാത്രം നമുക്ക് പ്രേമം തോന്നണമെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ചു. അത് ഒന്നാമത്തെ പോയിന്റ്. മറിച്ച് ആ വ്യക്തിയുടെ ഏതോ ഒരു ഘടകമാണ് നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ചത്.
അത് ആ വ്യക്തിയുടെ ബാഹ്യ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ എന്തെങ്കിലും ഒരു വിശേഷ ഗുണമായിരിക്കാം. ആ വ്യക്തി ഒരു സാഹിത്യകാരനോ ഒരു കവിയോ അല്ലെങ്കിൽ ഒരു ഗായകനോ ചിത്രകാരനോ, അങ്ങനെ വിശേഷമായ ഏതെങ്കിലും ഒരു ഗുണമായിരിക്കാം നമ്മുടെ ഉള്ളിൽ ആ പ്രിയവൃത്തിയെ ജനിപ്പിച്ചത്. അപ്പൊ അവിടെ ആ പ്രിയവൃത്തിക്ക് ജനകനായിരിക്കുന്ന ആ വിശേഷമായ ആ കാര്യം, സൗന്ദര്യമോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകമായ കഴിവോ, ആ കഴിവോ സൗന്ദര്യമോ കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ പ്രിയവൃത്തിയും കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ ആ പ്രിയവൃത്തിയുടെ ഫലമായി നാം ചെയ്യുന്ന പ്രതികരണം അതും കുറയും. ആ പ്രതികരണത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചയമായിട്ടും പ്രേമവും കുറയും. ഏത് എത്ര വലിയ ദിവ്യ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാലാന്തരത്തിൽ അത് കുറഞ്ഞു കുറഞ്ഞു വരും. എന്തുകൊണ്ട്? ആ പ്രേമത്തെ ജനിപ്പിച്ച ഘടകം ക്ഷീണം സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളൊരു വ്യക്തിയെ ബാഹ്യ സൗന്ദര്യത്തെ കണ്ട് ആകർഷിച്ച് ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു പ്രേമവൃത്തി ജാഗ്രതമായി. ഒരാളിന്റെ സൗന്ദര്യം എല്ലാ കാലവും നിലനിൽക്കുന്നുണ്ടോ? അന്ന് നാം കണ്ട ഏതൊരു സൗന്ദര്യത്തിന്റെ ഭാവമാണ് നമ്മുടെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ചത്, ആ സൗന്ദര്യം എല്ലാ കാലവും അതുപോലെ നിലനിൽക്കില്ല, ഒരിക്കലും നിൽക്കില്ല. ആ സൗന്ദര്യം കുറഞ്ഞു 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 വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രിയവൃത്തി കുറഞ്ഞു കുറഞ്ഞു വരും, നമ്മുടെ പ്രേമം കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ഉറപ്പായ കാര്യമാണ്, നിശ്ചയമായ കാര്യമാണ്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില വീഡിയോസ് ഒക്കെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് കാണുന്ന സമയത്ത് പണ്ട് ഒരു സിനിമയിൽ, മലയാള സിനിമയിൽ അഭിനയിച്ച ഒരു നായിക കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വടക്കേന്ത്യയിൽ നിന്ന് വന്ന് മലയാള സിനിമയിൽ അഭിനയിച്ചു. അന്ന് വലിയ ആരാധക പ്രീതി നേടി, ഒരുപാട് ആരാധകർ അവർക്കുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ അവരുടെ പുതിയൊരു ഇന്റർവ്യൂവിൽ അവർ പ്രായമായി, ആ പ്രായമായതിൻ്റെതായ ശാരീരികമായ പരിവർത്തനങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആ പഴയ നായികയാണെന്ന് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. രണ്ടും അജഗജാന്തര വ്യത്യാസമുണ്ട്. അപ്പൊ ആളുകൾ അവരുടെ വീഡിയോയുടെ താഴെ ഇങ്ങനെ കമന്റ് എഴുതുന്നു, വളരെ മോശമായ കമന്റ് എഴുതുന്നു. എന്തൊക്കെയാ പറയുന്നു? തള്ള, അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ്. ഒരു കാലത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നടിയായിരുന്നു. ഇന്ന് അവർ ആക്ഷേപിക്കുന്നു, ഒരു കാര്യം അത് ആക്ഷേപിക്കുന്നു. എന്തിനാക്ഷേപിക്കുന്നു? കാരണം ജനങ്ങൾ സ്നേഹിച്ചിരുന്നത് ആ പഴയ നടിയാണ്. അവരുടെ ഇപ്പോഴത്തെ ആ രൂപമായിട്ട് അന്നത്തെ കാലത്തുള്ള ആരാധകന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പൊ അന്ന് ഇവർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായ ആരാധകൻ എന്നിവരെ കാണുമ്പോൾ പരിഹസിക്കുന്നു, പുച്ഛിക്കുന്നു. കാരണം എന്തുകൊണ്ട്? ആ ആരാധകന്റെ ഉള്ളിൽ പ്രിയഭാവത്തെ ജനിപ്പിച്ചത് ഇവരുടെ സൗന്ദര്യമായി. അപ്പൊ അതേ സൗന്ദര്യം ഇന്നും ഉണ്ടെങ്കിൽ ആ ആരാധകന് ഇന്നും ഇവരോട് പ്രേമം ഉണ്ടാവും. സൗന്ദര്യം കുറഞ്ഞു കുറഞ്ഞു. ഇനി നമ്മൾ ചില വ്യക്തിയുടെ ഒരു പെൺകുട്ടി അഥവാ ഒരു ആൺകുട്ടി ഒരു പരസ്പരം പരിചയപ്പെടുന്നു എന്ന് കരുതുക. പരസ്പരം പരിചയപ്പെടുമ്പോൾ ആ പ്രേമ കാലഘട്ടത്തില് ഈ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ക്യാരക്ടർ ആയിരിക്കും ആ ആൺകുട്ടിയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ആ ആൺകുട്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ക്യാരക്ടർ ആയിരിക്കും ഈ പെൺകുട്ടിയുടെ മുമ്പിലും പ്രദർശിപ്പിക്കുക. കാരണം എന്താണ്? കാരണം അതിന്റെ ഉള്ളിലൊരു ലക്ഷ്യമുണ്ട്, ഇവനെ എനിക്ക് സ്വന്തമാക്കണം. അപ്പൊ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ദുർഗുണങ്ങളെ പരമാവധി കാണിക്കണം. ദുർഗുണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അകന്നു പോകുന്നു പേടിച്ചിട്ട് ദുർഗുണങ്ങളെ പ്രദർശിപ്പിക്കാതെ വളരെ മികച്ചൊരു വ്യക്തിത്വം രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനയിക്കും. അപ്പൊ അത് ആ രണ്ടു പേരുടെയും നൈസർഗികമായ സ്വാഭാവികമായ വ്യക്തിത്വം അല്ലത്. മറിച്ച് ആ സ്വാഭാവികമായ വ്യക്തിത്വം മറച്ചുകൊണ്ട് മറ്റൊരു വ്യക്തിത്വത്തെ ഇവർ കാണിക്കുകയാണ് പരസ്പരം. അപ്പൊ ഇത് കാണുമ്പോൾ അയ്യോ ചേട്ടൻ എത്ര നല്ല വ്യക്തി, അവൾ എത്ര നല്ലയാള് എന്ന് പരസ്പരം ഒരു വൃത്തി ജനിക്കുന്നു. അപ്പൊ ആ ചേട്ടന്റെ ആ വ്യക്തിയുടെ നല്ല സ്വഭാവമാണ് ഇവരുടെ ഉള്ളിൽ പ്രേമവൃത്തിയെ ജനിപ്പിച്ചത്, പ്രിയവൃത്തിയെ ജനിപ്പിച്ചത്, നല്ല സ്വഭാവം. അപ്പോഴെന്ത് സംഭവിക്കുന്നു? കല്യാണം കഴിച്ചതിന് ശേഷം ഇവൾ എന്നെ സ്വന്തമായി കഴിഞ്ഞു, ഇനി ഇച്ചിരി ദുർഗുണം കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്ന് കരുതി പതിയെ പതിയെ യഥാർത്ഥമായ സ്വഭാവത്തെ പുറത്തെടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് താൻ ആദ്യം തന്റെ ഉള്ളിൽ പ്രിയവൃത്തിയെ ജനിപ്പിച്ച ആ സ്വഭാവമല്ല ഇതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോഴെന്ത് സംഭവിക്കുന്നു? അപ്പൊ പ്രിയവൃത്തി നഷ്ടപ്പെടുന്നു, പ്രേമം നഷ്ടപ്പെടുത്തുന്നു. കാരണം പ്രേമത്തെ ജനിപ്പിച്ച സ്വഭാവമാണ്. ആ സ്വഭാവം മാറുന്ന സമയത്ത് പ്രേമവും നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ പ്രേമഭാചനത്തിന്റെ സൗന്ദര്യം, സ്വഭാവം, കഴിവുകള്, ആകർഷണീയത അതെല്ലാം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലും പ്രേമവൃത്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഞങ്ങളല്ല, ഞങ്ങൾ കുടുംബത്തില്
പരസ്പരം എന്ത് കുറ്റവും കുറവുണ്ടെങ്കിലും പരസ്പരം ഞങ്ങളുടെ സ്നേഹത്തില് യാതൊരു കുറവില്ലാതെ നമ്മൾ പറയുമെങ്കിൽ കൂടിയും നമ്മൾ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതിയെ മാനിച്ചാണ് പലരും ഇങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുടുംബത്തിൽ ജീവിക്കുന്നു, കല്യാണം കഴിച്ചു, ലോകര് ഞങ്ങളെ അംഗീകരിച്ചു ഭാര്യ ഭർത്താക്കന്മാരായിട്ട്. അതുകൊണ്ട് പരസ്പരം എത്ര മടുത്തു കഴിഞ്ഞാലും ലോകരുടെ മുമ്പിൽ ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ഒരു സമ്മർദ്ദം കൊണ്ട് പലരും ഇങ്ങനെ ജീവിക്കുന്നു, യാന്ത്രികമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നതിൽ കവിഞ്ഞ് അവർക്ക് പരസ്പരം അവിഛിന്ന പ്രേമത്തിന്റെ ഒരു ആനന്ദത്തിൽ ലഹരിയിൽ മതിമറന്ന് ജീവിക്കുന്ന കുടുംബങ്ങളാണോ പലതും? അല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? കാരണം പ്രേമവൃത്തി കുറഞ്ഞു കുറഞ്ഞു വരും. കാലം മുന്നോട്ട് പോകുന്തോറും പ്രേമവൃത്തി കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും പ്രേമം എന്താണ്? വിച്ഛിന്ന പ്രേമമാണ്, നശിക്കുന്ന പ്രേമമാണ്. അപ്പൊ നശിക്കുന്ന പ്രേമം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കുടുംബം അതിപവിത്രമാകില്ല, സർവ കല്യാണ സമ്പന്നമാകില്ല. അപ്പൊ നശിക്കാത്ത പ്രേമത്തെ കൊണ്ടുവരണം. നശിക്കാത്ത പ്രേമത്തെ കൊണ്ടുവരണമെങ്കിൽ എന്താണ് വഴി? നശിക്കാത്ത പ്രേമത്തെ കൊണ്ടുവരണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നാം ഏതൊന്നിനെയാണോ പ്രേമിക്കുന്നത് അതൊരിക്കലും നശിക്കരുത്, ശാശ്വതമായി നിലനിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേമം ഒരിക്കലും നശിക്കില്ല. നാം ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയോട് പ്രേമം ജനിച്ചതെങ്കിൽ ആ സ്വഭാവം അതുപോലെ എല്ലാ കാലം നിലനിൽക്കണം. അത് നടക്കില്ല. ഒരു വ്യക്തിയുടെ സൗന്ദര്യം കണ്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രേമം ജനിച്ചതെങ്കിൽ ആ സൗന്ദര്യം എല്ലാ കാലവും നിലനിൽക്കണം. അത് നടക്കില്ല. ഒരു വ്യക്തിയുടെ ധനം കണ്ടാണ് നമ്മുടെ ഉള്ളിൽ പ്രേമം ജനിച്ചതെങ്കിൽ ആ ധനം എല്ലാ കാലവും നിലനിൽക്കണം. അപ്പോഴേ ആ പ്രേമവും എല്ലാ കാലവും നിലനിൽക്കും. അത് നടക്കില്ല. അങ്ങനെ ബാഹ്യമായ ഏതൊരു ഘടകത്തെ എടുത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാലും ബാഹ്യമായ എല്ലാ ഘടകങ്ങളും കാലത്തെ അതിക്രമിക്കാൻ സാധിക്കാതെ നശിച്ചു പോകുന്നതാണ്. ഏതൊരു ഘടകമുണ്ട്, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഘടകമുണ്ട് എല്ലാ കാലവും നിലനിൽക്കുന്നത്? ആ വ്യക്തിയുടെ സൗന്ദര്യം നിലനിൽക്കുമോ? ഇല്ല. ആ വ്യക്തിയുടെ പദവി നിലനിൽക്കുമോ? ഇല്ല. ആ വ്യക്തിയുടെ സമ്പത്ത് നിലനിൽക്കുമോ? ഇല്ല. ആ വ്യക്തിയുടെ ഏത് ഘടകത്തെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എന്തിനാ ആ വ്യക്തിയെ നിലനിൽക്കുമോ? ആ വ്യക്തിയും ഒരു ഘട്ടം കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് നശിക്കാത്ത അവിഛിന്നമായ പ്രേമത്തെ നേടിയെടുക്കാൻ സാധിക്കുക? നശിക്കാത്ത അവിഛിന്നമായ പ്രേമത്തെ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ നശിക്കാത്ത ഒന്നായിരിക്കണം നമ്മുടെ പ്രേമവാചനം. ഒന്ന് ശാശ്വതമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രേമം ഒരിക്കലും നശിക്കില്ല. കാരണം അതവിടെ എന്റെ പ്രേമത്തിന് ഭാജനമായിരിക്കുന്ന, എന്റെ പ്രേമത്തിന് ആസ്പദമായിരിക്കുന്ന ആ വസ്തു അവിടെ ഉണ്ട്, എല്ലാ കാലവും ഒരുപോലെ ഉണ്ട്. അതുകൊണ്ട് എന്റെ പ്രേമവും എല്ലാ കാലവും ഒരുപോലെയായി നിലനിൽക്കും. ഇവിടെയാണ് നമ്മുടെ വീക്ഷണത്തിന്, നമ്മുടെ കാഴ്ചപ്പാടിന് ആധ്യാത്മികമായ ചെറിയൊരു പരിവർത്തനപ്പെടുത്തേണ്ടത്. ഒരു ഭാര്യ ജനിച്ച് മരിച്ച് നശിച്ച് മണ്ണടിയുന്ന കേവലം ഒരു ശരീരമായിട്ട് ഭർത്താവിനെ കാണുകയാണെങ്കിൽ ആ ഭാര്യയുടെ മനസ്സിൽ അവിഛിന്ന പ്രേമം ഉണ്ടാകില്ല. ഒരു ഭർത്താവിന്റെ മനസ്സിലും ജനിച്ച് ഇങ്ങനെ ജീവിച്ച് മരിച്ച് മണ്ണടിയുന്ന ഒരു ശരീരമായി, കേവലം ശരീരമായിട്ട് ഭാര്യയെ കാണുകയാണെങ്കിൽ ആ ഭർത്താവിന്റെ മനസ്സിലും അവിഛിന്ന പ്രേമം ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ വീക്ഷണത്തിൽ ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടിനെ, അറിവിനെ കൊണ്ടുവന്ന് നമ്മുടെ വീക്ഷണത്തെ ഒന്ന് പരിവർത്തനപ്പെടുത്തി പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നശിക്കാത്ത പ്രേമത്തിന്റെ അനുഭൂതി നമുക്ക് ലഭിക്കും. സ്വാമി തിരുപ്പാദങ്ങൾ ഗുരുവിന്റെ അനുഭൂതിയെ പ്രകടമാക്കിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ഗുരുവിന്റെ അനുഭൂതിയാണ്. അതേസമയം നമുക്ക് എല്ലാവർക്കുമുള്ള നിർദ്ദേശവാക്യവുമാണ്. നമ്മളെല്ലാവരും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ, നമ്മുടെ സ്വരൂപം, അസ്തിത്വം എന്ന് പറയുന്നത് കേവലം ശരീരം മാത്രമല്ല, ശരീരമാണ്. ഞാൻ എന്ന് പറയുന്നത് ശരീരമാണെങ്കിലും ഈ ശരീരം മരിക്കുന്നതോടുകൂടി, ഇല്ലാതോടുകൂടി എൻ്റെ അസ്തിത്വം കഴിയണം. പക്ഷെ നമ്മൾ എല്ലാ കാലവും നിലനിൽക്കുന്നു. അതുകൊണ്ട് നിശ്ചയമായിട്ടും ശരീരത്തിനുപരിയായ ഒരു തത്വമാണ് നമ്മുടെ അസ്തിത്വം, നമ്മുടെ സ്വരൂപമെന്ന് നമുക്ക് ആത്മീയമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ നശിക്കാത്ത സ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ സാഹചര്യങ്ങളെ ശക്തിപ്പെടുത്തുക, ഭൗതികമായ സുഖസമ്പത്തുകളെ നേടുക. ആത്മീയ ജീവിതം എന്താണ്? ആത്മീയ ജീവിതം നശിക്കാത്ത എന്നെ, ആ സ്വരൂപത്തെ സാക്ഷാത്കരിക്കുക. അപ്പൊ നമ്മളെല്ലാവരും നശിക്കാത്ത ചൈതന്യമാണ് എന്നുള്ളതാണ് എന്താണ് ആത്മീയതയുടെ അടിസ്ഥാന പാഠം. അഹം ബ്രഹ്മാസ്മി എന്ന് പറയും. ഞാൻ നശിക്കാത്ത ബ്രഹ്മമാണ്, ഞാൻ ചൈതന്യമാണ്. അപ്പൊ നമുക്കൊരു വ്യക്തിയെ, ആ വ്യക്തിയെ കേവലം
ശരീരമായി മാത്രം പരിമിതപ്പെടുത്താതെ ആ വ്യക്തി എന്ന് പറയുന്നത് അനന്തമായിരിക്കുന്ന നശിക്കാത്ത ഒരു ആത്മചൈതന്യമാണ് എന്ന ഭാവത്തോടു കൂടി പരസ്പരം സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ സ്നേഹത്തിന് ഒരു പ്രകാരത്തിലുള്ള കുറവും വരും. കാരണം ആത്മചൈതന്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് മാറ്റമില്ലാത്ത വസ്തുവാണ്, ഏകമായി നിലനിൽക്കുന്ന വസ്തുവാണ്. അപ്പൊ നമ്മളങ്ങനെ ഭാവം ചെയ്യുകയാണ്, ഇതൊരു പരിശ്രമമാണ്, അഭ്യാസമാണ്. ഞാൻ സ്നേഹിക്കുന്നത് കേവലം ശരീരത്തെ മാത്രമല്ല, മറിച്ച് ആ ശരീരത്തിലൂടെ പ്രകടമാകുന്ന ആത്മസ്വരൂപമുണ്ട്. ആ ആത്മസ്വരൂപവുമായിട്ടാണ് എന്റെ സ്നേഹം. ഭാര്യ ഭർത്താവിനെ നശിക്കാത്ത ഒരു ദേവതയായി ഉയർന്ന ഭാവനയിൽ കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ സ്നേഹം ഒരിക്കലും നശിക്കും. നമുക്കറിയാവുന്ന മഹാത്മാവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുനാഥനാണ് രാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നിയാണ് ശാരദാദേവി. രാമകൃഷ്ണ പരമഹംസർ സമാധിയായി, മൃതിയടഞ്ഞു, മരണപ്പെട്ട് അവിടെ മൃതശരീരം വെച്ച് അന്തിമ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീടിന്റെ ആ അടുക്കള ഭാഗത്ത് ശാരദാദേവി രാമകൃഷ്ണദേവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പൊ അവര് വന്ന് പറഞ്ഞു, അമ്മ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലേ? സംസ്കാര ചടങ്ങ് എന്ത്? ഞാൻ ഠാക്കൂർജിക്ക് വേണ്ടി, കാരണം ഠാക്കൂർ എന്നാണ് വിളിക്കുക രാമകൃഷ്ണദേവന്, ഠാക്കൂർജിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുവാണല്ലോ. അപ്പൊ അമ്മയുടെ മനസ്സിൽ എന്താണ്? അമ്മയുടെ മനസ്സിൽ തന്നെ ഭർത്താവ് മരിച്ചിട്ടില്ല, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. കാരണം ഭർത്താവിനെ കേവലം ജനിച്ച് മരിച്ചു വീഴുന്ന പാഞ്ചഭൗതികമായ ശരീരം മാത്രമായിട്ടല്ല ആ അമ്മ കരുതിയിരുന്നത്, ആ അമ്മ സങ്കല്പം ചെയ്തിരുന്നത്. മറിച്ച് നശിക്കാത്ത ഈശ്വരന്റെ തന്നെ പ്രകട ഭാവമായിട്ടാണ്, പ്രകട രൂപമായിട്ടാണ്. അപ്പൊ ഭർത്താവ് മരിച്ചു കഴിഞ്ഞിട്ട് പോലും ആ ഭർത്താവ് മരിച്ചു തന്നെ നിന്ന് വിട്ടുപോയി എന്നുള്ള ഒരു ഭാവവും ആ അമ്മയുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല. ആ അമ്മ വീണ്ടും ഭർത്താവിന് വേണ്ടി ആ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരിക്കല് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഉറ്റ സുഹൃത്ത്, ആ സുഹൃത്തിന്റെ പേര് എനിക്ക് എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്, മറന്നുപോയി. ഉറ്റ സുഹൃത്താണ്. ആ സുഹൃത്ത് ഒരിക്കൽ ഭഗവാനോട് ഇന്ന് പറയുന്നു, അങ്ങ് വൃന്ദാവനത്തിൽ നിന്ന് വന്ന് ഒരുപാട് കാലമായല്ലോ. അപ്പൊ വൃന്ദാവനത്തിലുള്ള സമയത്ത് അങ്ങയുടെ തോഴിയായിരുന്നു, അല്ലെങ്കിൽ അങ്ങയുടെ സുഹൃത്തായിരുന്നു രാധാദേവി. രാധാദേവിക്ക് അങ്ങോട്ടുള്ള പ്രേമം വിശ്വപ്രസിദ്ധമാണ്. പക്ഷെ അങ്ങ് എത്രയോ വർഷങ്ങളായി വൃന്ദാവനം പരിപൂർണമായി ഉപേക്ഷിച്ചു. ഇപ്പൊ രാധാദേവി എത്രമാത്രം ദുഃഖിതയായിരിക്കും, എത്രമാത്രം വിരഹവേദന രാധാദേവി അനുഭവിക്കുന്നുണ്ടാകും എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, താങ്കള് ഒന്ന് വൃന്ദാവനത്തിൽ പോയി, മധുരയില് വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ പോയി ഒന്ന് ദേവിയെ കാണും, എന്നോട് ചോദിച്ചു നോക്കൂ, ദേവിയുടെ വേദനയുടെ ആഴം താങ്കൾക്ക് എപ്പോൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി. വൃന്ദാവനത്തിൽ പോയ സമയത്ത് നമ്മുടെ യമുനാ നദിയുടെ തീരത്ത് രാധാദേവി ഇരിക്കുകയാണ്. രാധയുടെ കാൽപാദങ്ങൾ യമുനയിലെ ജലത്തിൽ ഇങ്ങനെ തത്തി കളിക്കുന്നു. അപ്പം എല്ലാം സമീപത്തേക്ക് വന്നു. അന്ന് രാധാദേവി അമ്മയെന്ന് വിളിച്ചു. അപ്പൊ ദേവി തിരിഞ്ഞു നോക്കി. അപ്പൊ ദേവിയുടെ മുഖത്തിന്റെ ഭാവം കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വലിയ കൗതുകമായി. കാരണം ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം കൃഷ്ണന്റെ കൂട്ടുകാരനാണ്. ഇദ്ദേഹത്തിന് ആ ദേവിക്ക് ഭഗവാനോടുള്ള സ്നേഹം, വളരെ വലിയ ആ പ്രേമം നേരിട്ട് കണ്ട ആളാണ്. ഇത്രയും കാലം ഭഗവാനെ കാണാതെ ഭഗവാന്റെ വിരഹത്തോടു കൂടി കഴിഞ്ഞിട്ടും ദേവിയുടെ മുഖത്ത് അതിന്റെ ദുഃഖത്തിന്റെ യാതൊരു അംശവുമില്ല, വിരഹത്തിന്റെ യാതൊരു ഭാവവുമില്ല, സന്തോഷവതിയായിരിക്കുന്നു. അപ്പോ ഇദ്ദേഹം ചോദിച്ചു ദേവിയോട്, രാധേ, കൃഷ്ണന്റെ വിരഹം അങ്ങ് എങ്ങനെയാണ് സഹിക്കുന്നത്? അങ്ങ് താങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചു. രാധ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഭഗവാന്റെ വിരഹം ഞാൻ അനുഭവിക്കുന്നേ ഇല്ല. എപ്പോഴാണ് വിരഹം നമ്മൾ അനുഭവിക്കുന്നത്? ഒരാള് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ്. ഭഗവാൻ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അകന്നു പോയിട്ടില്ല എന്ന് പറയുന്നു. അവിടെ വൃന്ദാവനത്തിലെ ഗോപികമാര് ഭഗവാന്റെ പ്രേമത്തിൽ മതിമറന്ന് അവര് പാടുന്ന പാട്ടുണ്ട്. അതിനെ ഗോപികാ ഗീതം എന്ന് പറയും. ഈ ഗോപികാ ഗീതം ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സ്തുതിയാണ്. ആ ഗോപികാ ഗീതത്തില് രാധ ഉൾപ്പെടുന്ന ഗോപികമാര് ഭഗവാനോടുള്ള പ്രേമത്തിൽ മതിമറന്ന് പാടുകയാണ്, അഖില ദേഹിനാം അന്തരാത്മദൃക്ക് എന്ന് പറയുന്നു. അവര് ഭഗവാൻ എങ്ങനെയാണ് കാണുന്നത്? ഭഗവാൻ എങ്ങനെ
ഭഗവാന്റെ അംഗങ്ങളെല്ലാം വർണ്ണിക്കുന്നുണ്ട്, സാങ്കോഭാഗം വർണ്ണിക്കുന്നുണ്ട്. ഭഗവാന്റെ കണ്ണ് എങ്ങനെയാണ്, ഭഗവാന്റെ മൂക്ക് ഇങ്ങനെയാണ്, ഭഗവാന്റെ ചുണ്ട് എങ്ങനെയാണൊക്കെ വർണ്ണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ ഒരു വാക്കും കൂടി പറയുന്നു, അഖിലദേഹിനാം അന്തരാത്മദൃക്ക്. എന്റെ ഭഗവാൻ എങ്ങനെയാണ്? സർവചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി കുടികൊള്ളുന്ന ആത്മസ്വരൂപമാണ്. അപ്പൊ എല്ലാ ചരാചരങ്ങളുടെ ഉള്ളിലും അന്തര്യാമിയായി കുടികൊള്ളുന്ന ആ സത്യവസ്തുവിന് എപ്പോഴെങ്കിലും നാശമുണ്ട്? നിത്യശുദ്ധ ബുദ്ധ മുക്ത മഹാത്മനി എന്ന് ഗുരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഏത് സ്വരൂപത്തില്? ആ നശിക്കാത്ത ആത്മസ്വരൂപത്തിന് ഭാവത്തിൽ. രാധ പറയുന്നു, ഭഗവാൻ ഓരോ നിമിഷവും എന്റെ ഉള്ളിൽ ആത്മസ്വരൂപേണ വർദ്ധിക്കുന്നു. ആ ഭഗവാനെ എങ്ങനെയാണ് എനിക്കൊരു വിരഹം അനുഭവിക്കാൻ കഴിയുക? എന്നിൽ നിന്ന് മാറിക്കഴിഞ്ഞാലല്ലേ വിരഹം അനുഭവിക്കാൻ കഴിയുക? ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്നേഹത്തിന് ഒരു ആത്മീയമായ വീക്ഷണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ആത്മീയമായ ഭാവത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ അവിഛിന്ന പ്രേമത്തിന്റെ അനുഭൂതികൾ നമുക്കറിയാൻ സാധിക്കും. അതിനെന്ത് വേണം? അതിന് രണ്ടുപേരും, ഭാര്യയ്ക്കും ഭർത്താവിനും ആത്മീയമായ കാഴ്ചപ്പാടും, ഭാര്യയ്ക്കും ഭർത്താവിനും ആത്മീയമായ അനുഷ്ഠാനം വേണം, ആത്മീയമായ ഉപാസന വേണം. ഈ രീതിയിൽ പരസ്പരം അവർ സ്നേഹിക്കുകയാണെങ്കിൽ അവിഛിന്ന പ്രേമത്തിന്റെ അനുഭൂതി അവരുടെ ഇടയിൽ വന്നു നിറയും. ബംഗാളിലെ ഏറ്റവും പ്രസിദ്ധയായ ഒരു ആത്മീയ ആചാര്യായിരുന്നു ആനന്ദമയി മാ എന്ന് പറയും. കേരളത്തിൽ അമൃതാനന്ദമയി അമ്മയുണ്ട്. അതേപോലെ ബംഗാളിൽ ഒരു കാലത്ത് വളരെയധികം കീർത്തി കേട്ട ഒരു അമ്മയാണ് ആനന്ദമയി അമ്മ. അപ്പൊ ആനന്ദമയി അമ്മ കല്യാണത്തിന് ശേഷമാണ് ആധ്യാത്മികമായി പ്രസിദ്ധയായി തീർന്നത്. അതിനു മുമ്പ് ഒരു സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞു. അവർ അതീവ സുന്ദരിയായിരുന്നു. അവരുടെ ആ സൗന്ദര്യത്തെ കുറിച്ചൊക്കെ അന്നത്തെ കാലത്ത് കവികളൊക്കെ വാഴ്ത്തിപ്പാടുന്നു. വലിയ ധനികയാണ്. ആ അമ്മയുടെ കല്യാണം കഴിഞ്ഞു കുറച്ച് എക്സ്ട്രീമായ സംഭവമാണ്. നമുക്ക് ഇന്നത്തെ ലോകവിവാഹത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത വളരെ എക്സ്ട്രീമായ ഒരു കഥയാണ്. അപ്പൊ അമ്മയുടെ കല്യാണം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ മുറിയിലേക്ക് ഭർത്താവ് വരികയാണ്. ഭർത്താവ് വരുന്ന സമയത്ത് ഭർത്താവ് കാണുന്ന കാഴ്ച, ഈ അമ്മ കട്ടിലിൽ ധ്യാനാവസ്ഥയിലിരുന്ന അമ്മയുടെ ദിവ്യമായ ചൈതന്യം, ആ ആത്മീയമായ മഹിമ കണ്ട് ഒരു ഭാര്യയെ സമീപിക്കാൻ വേണ്ടി വന്ന ഭർത്താവ് ഉടനെ ശിഷ്യഭാവത്തിൽ അമർന്ന് ആ അമ്മയുടെ പാദങ്ങൾ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു? ഇദ്ദേഹം ആ അമ്മയുടെ ശിഷ്യനായിട്ട് മാറി, പ്രഥമ ശിഷ്യൻ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്നു കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും ഉയർന്ന ആത്മീയമായ ജീവിതം നയിച്ച് ലോകത്തിന് വെളിച്ചമായി തീർച്ചു. പിന്നീട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെ സമ്പാദിച്ച വലിയ ഒരു ആത്മീയ വ്യക്തിത്വത്തിന്റെ ഉടമയായി തീർന്നു ഈ ആനന്ദമയി അമ്മ. ഇപ്പോ നമ്മുടെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേദാന്ത കൃതിയാണ്. ഭാരതത്തിലെ പണ്ടുണ്ടായിരുന്ന ഇന്നും പ്രമാണമായി വിദ്വജനങ്ങൾ കരുതി വരുന്ന ഒരു വേദാന്ത ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തിനാണെന്ന് തോന്നുന്നു ഒരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനത്തിന്റെ പേര് ഭാമതി എന്നാണ്. ഭാമതി വ്യാഖ്യാനം. ഞാൻ ബ്രഹ്മസൂത്രത്തിനാണെന്ന് തോന്നുന്നു പറയാൻ കാരണം എനിക്കത് പെട്ടെന്ന് മറന്നുപോയി. അത് തന്നെയാണോ അല്ലെങ്കിൽ വേറെ വല്ല ഇതിനാണോ? പക്ഷെ എങ്കിൽ കൂടി ആ ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനമുണ്ടെന്ന് മനസ്സിലാക്കാം. അതിന്റെ പേര് ഭാമതി എന്നാണ്. ഭാമതി വ്യാഖ്യാനം. ഒരു ഗ്രന്ഥത്തിന് ഓരോ വ്യാഖ്യാനം ഉണ്ടാകുമല്ലോ. നമ്മളൊരു ഗ്രന്ഥകാരന് ഗ്രന്ഥം എഴുതിയാലും പിന്നീട് വരുന്ന വ്യാഖ്യാതാക്കൾ അതിനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കും. ആ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ആ ഗ്രന്ഥത്തിന്റെ അർത്ഥം കൂടുതൽ മനസ്സിലാകുന്നത്. അതേപോലൊരു വ്യാഖ്യാനമാണ് ഭാമതി. ഈ ഭാമതി എഴുതിയത് എനിക്ക് തോന്നുന്നു വാചസ്പതി മിശ്ര. അപ്പൊ ഞാൻ എനിക്ക് തോന്നുന്നു പറയാൻ കാരണം ഇവരുടെ പേരൊക്കെ ഇതന്നെയാണോ എന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എങ്കിലും ഏതാണ് ഇതൊക്കെ തന്നെയാണ്. വാചസ്പതി മിശ്ര എന്ന് പറഞ്ഞ വലിയ വിദ്വാനുണ്ട്. ആ വിദ്വാൻ തന്നെ ആയിരിക്കണം ഭാമതി വ്യാഖ്യാനം എഴുതിയത്. ഇനി അഥവാ അങ്ങനെയല്ലെങ്കിൽ അത് പിന്നീട് നമുക്ക് പരിശോധിച്ചിരുത്താം. എങ്കിലും ഇപ്പോൾ ഇത്ര മനസ്സിലാക്കാം. വാചസ്പതി മിശ്ര എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, ആ പണ്ഡിതനാണ് ഈ ഭാമതി വ്യാഖ്യാനം.
അപ്പൊ വാചസ്പതി മിശ്ര അദ്ദേഹത്തിന്റെ വിവാഹപ്രായ സമയത്ത് അദ്ദേഹത്തിലെ വലിയ അവധൂത ഭാവങ്ങൾ, ഇങ്ങനെ ആത്മീയ ഭാവങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ഇപ്പൊ വീട്ടുകാർക്ക് മനസ്സിലായി വിട്ടുകഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആത്മീയ പാതയിലേക്ക് പോയി കഴിയും, അതുകൊണ്ട് കല്യാണം കഴിപ്പില്ല. അപ്പൊ അച്ഛന്റെയും മറ്റ് കുടുംബക്കാരുടെയൊക്കെ നിർബന്ധം കൊണ്ട് ഇദ്ദേഹം വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചു. ഒരുപാട് പറയാനാണ് സമ്മതിച്ചത്. പണ്ടത്തെ വിവാഹ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഹോമം ഉണ്ടാവും, അഗ്നിസാക്ഷിയാണ് കല്യാണം കഴിക്കുക. അപ്പൊ ഹോമകുണ്ടത്തിൽ പുരോഹിതൻ ഇങ്ങനെ അഗ്നിയും ജ്വലിപ്പിക്കുന്നു. അപ്പൊ വധുവും വാചസ്പതി മിശ്രയെ അടുത്തടുത്തിരിക്കുന്നു. വാചസ്പതി മിശ്ര ആ അഗ്നിയെ ഇങ്ങനെ നോക്കുന്നു. കാരണം ഹോമകുണ്ടത്തിൽ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ആത്മീയ ഭാവം വളരെ ശക്തമായിട്ട് വന്നു. അദ്ദേഹം ഇങ്ങനെ അഗ്നിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അഗ്നി ഇങ്ങനെ മേപ്പോട്ട് ജ്വലിക്കുന്നു. മന്ത്രങ്ങൾ ചൊല്ലി പുരോഹിതന്മാർ അതിലേക്ക് ആഹുതികളെ സമർപ്പിക്കുന്നു. ഈ കാഴ്ച അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു സമാധി ഭാവത്തെ ഉണ്ടാക്കി. അപ്പൊ കല്യാണം കഴിഞ്ഞു. ആ സമയത്ത് താലിയാർത്തലും മാലയാർത്തലും എല്ലാം കഴിഞ്ഞു. പക്ഷെ ഇതൊന്നും അദ്ദേഹം അറിഞ്ഞേയില്ല. അദ്ദേഹം താനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച കാര്യമൊക്കെ മറന്നുപോയി. മറിച്ച് ആ അഗ്നിഹോമത്തിന്റെയും ആ മന്ത്രധ്വനിയുടെയും ആ ഒരു ഏകാഗ്രതയിൽ അദ്ദേഹത്തിന്റെ ചിത്തം സമാധി ഭാവത്തിലേക്ക് കുറച്ചു സമയത്ത് പോയി. അതുകൊണ്ട് ഈ സമയത്തിനിടയിൽ തന്റെ വിവാഹ സംസ്കാരം കഴിഞ്ഞ കാര്യം പുള്ളി മറന്നുപോയി. അതേപോലെ തന്നെ ആദ്യ രാത്രി വന്നു ചേർന്നു. ആദ്യ രാത്രി ചേർന്ന സമയത്ത് ഭാര്യ ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ച് കുറെ നേരം മുറിയിൽ ഇരിക്കുകയാണ്. അപ്പൊ കുറെ സമയം കഴിഞ്ഞിട്ട് ഇദ്ദേഹം വരുന്നില്ല. അതുകൊണ്ട് ഭാര്യ മെല്ലെ എഴുന്നേറ്റ് അപ്പുറത്തെ മുറിയിൽ പോയി നോക്കിയ സമയത്ത് അവിടെ ഒരു മുറിയിൽ ഇരുന്ന് ഇദ്ദേഹം വാചസ്പതി മിശ്ര ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, ഒരു ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുക. മാത്രമല്ല മുമ്പിൽ ഭഗവാന്റെ വിഗ്രഹമുണ്ട്, പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഗ്രന്ഥം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാചസ്പതി മിശ്രയുടെ തേജസ്സും അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മീയ ചൈതന്യവും ഈ ഭാര്യയിൽ ഒരുപാട് ബഹുമാനത്തെ ഉണ്ടാക്കി. ഭാര്യ ഒന്നും പറയാതെ തിരിച്ച് മുറിയിലേക്ക് പോയിരുന്നു. അപ്പൊ അടുത്ത ദിവസം വാചസ്പതി മിശ്രയെ കണ്ട് നമസ്കരിച്ചു, സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ വാചസ്പതി മിശ്ര ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹം ഇവരെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ 1-2 ആഴ്ച പോയി. ഈ ഭാര്യയ്ക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് നിത്യവും രാവിലെയും വൈകിട്ടും ഉച്ചക്കൊക്കെ പൂജാതി കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? തന്റെ ഭാര്യയുടെ ധർമ്മമാണല്ലോ ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ളത്. ആ ഭാര്യ ഭർത്താവിന് വേണ്ടുന്ന പൂജാ പുഷ്പങ്ങൾ പറിച്ച് മുറിയിൽ കൊണ്ടുവെക്കാൻ തുടങ്ങി, മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഭർത്താവിന് വേണ്ടി അന്നപാനീയങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ഒരിക്കൽ പോലും ഭർത്താവ് ഇവര് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല, ഒരിക്കലും ചെയ്യുന്നില്ല. അങ്ങനെ എന്ത് സംഭവിച്ചു? 1 മാസം കടന്നുപോയി, 2 മാസം കടന്നുപോയി, 3 മാസം കടന്നുപോയി, 12 വർഷം കടന്നുപോയി. 12 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും, ഒരു തവണ പോലും ഈ ഭർത്താവ് ഇവരോട് സംസാരിക്കുകയോ മിണ്ടുകയോ ചെയ്തിരുന്നു. എന്തുകൊണ്ട്? കാരണം ഭർത്താവിന് അറിയില്ല താൻ കല്യാണം കഴിച്ച കാര്യം. ഭർത്താവിന്റെ ധാരണ താൻ ഇപ്പോഴും പഴയ പോലെ ഇവിടെ ജീവിക്കുന്നു എന്നാണ്. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. ഭർത്താവ് ഒരിക്കലും ഒരു സഞ്ചിയൊക്കെ എടുക്കാൻ, സഞ്ചിയിൽ കുറെ പുസ്തകങ്ങളൊക്കെ വെച്ച് സഞ്ചി തോളിൽ തൂക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുക. ഇറങ്ങി നടക്കുമ്പോൾ ഉമ്മറത്തെത്തിയപ്പോൾ തന്റെ മുമ്പിൽ ഇതാ ഒരു സ്ത്രീ നിൽക്കുന്നു, ഒരു പെൺകുട്ടി നിൽക്കുന്നു. അപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ചോദിച്ചു, ഭവതി ആരാണെന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ടപ്പോൾ ഇവള് പൊട്ടിക്കരഞ്ഞു. ഉടനെ ആ ഭർത്താവിനെ കാലിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, നാഥ, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. 12 വർഷം മുമ്പ് അങ്ങ് എന്നെ താലിമാനി അണിയിച്ച് എന്നെ വധുവായി ഭാര്യയായി സ്വീകരിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് വാചസ്പതി മിശ്രയ്ക്ക് ആ ഒരു കാര്യം ഓർമ്മ വരുന്നത്. താൻ വിവാഹം കഴിച്ചുവെന്നും ആ വിവാഹം കഴിച്ച് ഇത്രയും കാലത്തിന് ശേഷം ഇന്നാണ് താൻ ഇവളെ മനസ്സിലാക്കിയതെന്നും അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സങ്കടമായി, വലിയ വിഷമമായി. അവളെ ചേർത്ത് പിടിച്ചു, മാറോട് ചേർത്ത് പിടിച്ചു. അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പൊ ഭാര്യ പറഞ്ഞു, കുഴപ്പമില്ല, അങ്ങിനെ വിഷമിക്കണം, ദുഃഖിക്കണ്ട. എന്തായാലും അങ്ങ് എന്നെ മനസ്സിലാക്കിയല്ലോ. അങ്ങ് എന്തോ വലിയൊരു ദൗത്യത്തിലാണ്, വ്രതത്തിലാണ് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ വ്രതത്തിന് യാതൊരു ഭംഗവും വരുത്താതെ ഞാൻ സ്വസ്ഥമായിട്ട് മാറിയിരുന്നത്. എങ്കിലും ഇത്രയും കാലത്തിന് ശേഷം അങ്ങനെ തിരിച്ചറിഞ്ഞത്, ഇനി നമുക്ക് സന്തോഷകരമായി ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ വാചസ്പതി മിശ്ര പറഞ്ഞു, ദേവി, ഞാൻ വലിയൊരു ദൗത്യത്തിലായിരുന്നു. ആ ദൗത്യം എന്ന് പറയുന്നത് ബ്രഹ്മസൂത്രത്തിന് വലിയൊരു വ്യാഖ്യാനം എനിക്ക് എഴുതും. ആ വ്യാഖ്യാനം എഴുതാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾ അതിന്റെ തീവ്രമായ പരിശ്രമത്തിലായിരുന്നു. ഇന്ന് ആ വ്യാഖ്യാനം പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു, ഏത് ദിവസമാണോ ആ വ്യാഖ്യാനം ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ദിവസം തന്നെ, ആ നിമിഷം തന്നെ ഞാൻ സർവ്വബന്ധങ്ങളെയും ഉപേക്ഷിച്ച് സന്യാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു.
അപ്പൊ ഇന്ന് ഞാൻ സന്യാസത്തിന് വേണ്ടി പോകാണെന്ന് പറഞ്ഞു. ഇത് കേട്ടതും കൂടി ആ പെൺകുട്ടി ആകെ സ്തബ്ധയായി. ആ പെൺകുട്ടിക്ക് ഒന്നും പറയാൻ സാധിക്കാതെ അങ്ങനെ വാചസ്പതി മിശ്ര ആ പെൺകുട്ടിയോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നടന്നു. കാരണം ഗുരു പറയുന്നുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമാണെന്ന്. ഇനി തിരിഞ്ഞു നോക്കി ആ പെൺകുട്ടി പറഞ്ഞു, എന്തായാലും നിന്നെ പോലൊരു പെൺകുട്ടി ലോകത്തിൽ എവിടെയും കാണും. നിന്റെ തപസ്, ഈ തപസ്സിനെ വെല്ലാൻ ഇനി മറ്റൊരു പെൺകുട്ടി ജനിക്കില്ല. അതുകൊണ്ട് എന്റെ ഈ വ്യാഖ്യാനത്തിന്റെ പേര്, ഈ ഗ്രന്ഥത്തിന്റെ പേര് നിന്റെ പേരായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ആ പെൺകുട്ടിയുടെ പേരാണ് എന്ത്? ഭാമതി. ആ ഭാമതിയാണ് വാചസ്പതി മിശ്ര ഈ ഗ്രന്ഥത്തിന്റെ പേരും കൊടുത്തു. ആ ഗ്രന്ഥം ഇന്ന് വളരെ പ്രസിദ്ധമാണ്. ആയിരക്കണക്കിന് പഠിതാക്കൾ പഠിക്കുന്ന ഗ്രന്ഥമാണ് ഭാമതി വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന കഥകളൊക്കെ വളരെ എക്സ്ട്രീം ആയിട്ട് ഒരിക്കലും പ്രായോഗികമല്ലാത്തതായിട്ട് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ നമ്മൾ ഇതിൽ നിന്ന് ആ എക്സ്ട്രീംസ് എല്ലാം എടുക്കേണ്ടത്, മറിച്ച് ഈ കഥകളിൽ നിന്ന് നമുക്ക് വലിയൊരു ആശയത്തെ എടുക്കാം. കേവലം നശിച്ചു മരിക്കുന്ന ഒരു ശരീരം മാത്രമായിട്ട് നമ്മൾ ഭർത്താവിനെയോ ഭാര്യയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ശാരീരികമായ മാനസികമായ ഒരു വൃത്തി മാത്രമേ നമ്മുടെ ഇതിൽ ഉണ്ടാകൂ. നമുക്ക് അങ്ങനെ പോരാ, മറിച്ച് അവിഛിന്ന പ്രേമത്തോടു കൂടി കുടുംബത്തെ സകലവിധ ഐശ്വര്യപൂർണമാക്കി ഒരു ആധ്യാത്മിക അനുഭൂതിയിൽ രമിച്ചു കഴിയണമെങ്കിൽ ആത്മീയമായ വീക്ഷണത്തോടു കൂടി നശിക്കാത്ത ഭാവത്തിൽ എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് എന്നെന്നും നിലനിൽക്കുന്ന ആത്മസ്വരൂപം തന്നെയാണ്. എന്റെ ഭാര്യ എന്ന് പറയുന്നത് സാക്ഷാൽ ദേവിയാണ്, എന്നെന്നും നിലനിൽക്കുന്ന ആത്മസ്വരൂപമാണ്. ആ ദേവി ഈ ശരീരത്തിലൂടെ പ്രകടമാകുന്നു, ആ ദേവൻ ഈ ശരീരത്തിലൂടെ പ്രകടമാകുന്നു എന്നേ ഉള്ളൂ. ഞാൻ സ്നേഹിക്കുന്നത് ആ അനശ്വരമായ ചൈതന്യത്തെയാണ് എന്ന് കണ്ട് നമ്മുടെ സ്നേഹത്തെ മെല്ലെ മെല്ലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ പരസ്പര ബഹുമാനം വരും, വലിയ ബഹുമാനം വരും, പരസ്പരം ആദരവ് വരും. ആ സ്നേഹം എന്നെന്നും ഇങ്ങനെ ഉയർന്നു വരും. അങ്ങനെ ജീവിക്കാൻ ഏത് ദമ്പതികൾക്കാണോ കരുത്തുള്ളത്, ആ ദമ്പതികൾ വസിക്കുന്ന ഭവനം എന്തായി മാറുന്നു? അതിപാവനമായിട്ട് മാറും, അതിപവിത്രമായിട്ട് മാറും. അവിടെ എല്ലാവിധമായ ശ്രേയസ്സും പ്രേയസ്സും ആധ്യാത്മികവും ഭൗതികവുമായ ഐശ്വര്യങ്ങൾ വന്നു ചേരുന്നു എന്ന് പറയും. ഒരു വലിയ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നിന്ന് സാധിക്കാത്ത വലിയ കാര്യങ്ങളായിട്ട് തോന്നിയേക്കാം എങ്കിൽ കൂടിയും മെല്ലെ മെല്ലെ നമ്മൾ ഒരു ആത്മീയമായ വീക്ഷണത്തെ കൊണ്ടുവന്ന് ഇപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അവിഛിന്ന പ്രേമത്തിന് അനുഭൂതി നുകരാൻ നിശ്ചയമായിട്ടും സാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം, ഇന്നത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്.